ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെ ജെ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇതാ നമുക്ക് കളർ പേപ്പർ ഉപയോഗിച്ച് കുറച്ച് പൂക്കളുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കളർ പേപ്പർ ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ഗ്രീൻ കളറിലെ പേപ്പറാണ്. ഇങ്ങനത്തെ ഒരു പൂവിന് വേണ്ടിയിട്ട് ഇതേപോലെ റൗണ്ട് ഷേപ്പിലുള്ള 4 എണ്ണമാണ് വേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് പൂവിൻ്റെ വലിപ്പം അനുസരിച്ച് റൗണ്ട് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിത് ഇതേപോലെ കളറ് ഇതേപോലത്തെ നമ്മുടെ ഇതൊക്കെ പൊതിഞ്ഞ് വരുന്ന ഒരു സൈസ് കളർ പേപ്പർ ഉണ്ടല്ലോ, ആ കളർ പേപ്പർ എടുത്ത് അതൊന്ന് നനച്ചേച്ച് ഞാൻ ഇതിൻ്റെ ചുറ്റിനും ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ള ഈ പേപ്പർ അല്ല ഇങ്ങനത്തെ പേപ്പർ ഉണ്ടെങ്കിൽ ആ പേപ്പറും കൊണ്ട് ഞാൻ ഇതേപോലെ നനച്ചിട്ട് ചുറ്റിനും ഒരു കളർ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് വേറെ കളർ പെൻസിലോ അങ്ങനെയുള്ളതൊന്നും വേണ്ട. ഇങ്ങനത്തെ പേപ്പർ പച്ചയും റോസും ചുവപ്പും ഒക്കെ ഇങ്ങനെ സൈസ് പേപ്പർ ഉണ്ടല്ലോ, ഇങ്ങനെ നമുക്ക് ഇതൊക്കെ സ്വർണം അല്ലെങ്കിൽ പൊതിഞ്ഞ് വരുന്ന നമ്മുടെ ഓർണമെൻറ്റ്സ് ഒക്കെ പൊതിഞ്ഞ് വരുന്ന ഒരു സൈസ് പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ഇതിന് ചുറ്റിനും ഇച്ചിരി നനച്ചിട്ടൊന്ന് കളർ ചെയ്താൽ മതി. അപ്പോൾ നല്ല കളർ വരും. ആ കളർ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ചുറ്റിനും കളർ ചെയ്യാം. ഇപ്പോൾ കളർ പെൻസിലൊന്നും ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ ഈ സാധനമൊക്കെ ഉണ്ടാവില്ല, ഇതൊന്നും കളയാതെ നമുക്ക് ഇതേപോലെ ചുറ്റിനും കളർ ചെയ്താൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കളർ പേപ്പർ ഉപയോഗിച്ചാണ് ഇത് നമ്മുടെ കളർ പെൻസിൽ ഉപയോഗിച്ചാണെങ്കിൽ കളർ ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനത്തെ പേപ്പറൊക്കെ നമുക്ക് ഓരോന്നൊക്കെ ഓർണമെൻറ്റ്സ് ഒക്കെ പൊതിഞ്ഞ് കിട്ടുന്ന പേപ്പറുകളുണ്ടല്ലോ, ഇതേപോലെ അങ്ങനത്തെ പേപ്പർ ഉപയോഗിച്ച് ഞാനിത് കളർ ചെയ്തു. നമ്മുടെ കയ്യിലുള്ള വേസ്റ്റ് ആയിട്ടുള്ള സംഭവം കൊണ്ട് ഇങ്ങനെ കളർ ചെയ്താൽ മതി. കളർ പെൻസിലുണ്ടെങ്കിൽ കളർ പെൻസിലും കൊണ്ട് ചുറ്റിനും കളർ ചെയ്യുക. അതിന് ശേഷം ഇത് ഞാൻ 2 ഒന്നിച്ചാണ് ചെയ്യുന്നത്. ഓരോന്ന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇതിനെ മടക്കിയെടുത്തു. മടക്കിയെടുത്ത് ഇതിങ്ങനെയൊന്ന് മടക്കി കൊടുത്തു. ഇങ്ങനെ കോണായിട്ടൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഇങ്ങനെയൊരു പാട് കിട്ടണം കേട്ടോ. നമുക്കിതിങ്ങനെ 4ആയിട്ട് ഇങ്ങനെയൊന്ന് മടക്കി ഇവിടെ ഇതേപോലെ മടക്കിയെടുത്തു. ഇത് നമുക്ക് ഇങ്ങനെ ആക്കിയെടുത്തു കേട്ടോ. അതിന് ശേഷം ഇതിനെ ഒന്നും കൂടെ ഞാനിതിങ്ങനെ നിവർത്തിയെടുത്തതിന് ശേഷം ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് അരികു തോറും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. 6 പോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനത്തെ 4 എണ്ണമാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. നമുക്കൊരു പൂവിന് വേണ്ടിയിട്ട് 4 എണ്ണം നമുക്കിതേപോലെ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ തിരിച്ച് പിടിച്ചിട്ട് നമുക്കിതിങ്ങനെ ഇപ്പുറത്തെ സൈഡും കൂടി കട്ട് ചെയ്ത് ഒരു കോണായിട്ട് നമുക്ക് ഇതേപോലെ കിട്ടത്തക്ക രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ കോണായിട്ട് നമുക്ക് കിട്ടണം. കണ്ടോ, ഇങ്ങനെ നമുക്ക് കിട്ടാനായിട്ടാണ് ഞാൻ ഇതേപോലെ കട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നായിട്ട് കട്ട് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെ കട്ട് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതേപോലെ കോണായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ പാടുപോലെ വരുത്തിയിട്ടുണ്ടല്ലോ, ആ പാടി കൂടെ നമുക്ക് ഇതേപോലെ ഇവിടം വരെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ പകുതി ഒരു 3/4 ഭാഗത്തോളം ഇത്രയും വരെ കണ്ടോ. ഈ ഭാഗങ്ങളെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കണം. ഇത് തുറന്ന് പിടിച്ചിട്ട് ഇവിടെ ഒരു ഇതുപോലെ വരുന്നുണ്ടല്ലോ. വളരെ സിമ്പിളാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന, കുട്ടികൾക്കുടെ കയ്യിലാണെങ്കിൽ കളർ പെൻസിലൊക്കെ കാണും. അപ്പോൾ ആ കളർ പെൻസിൽ ഉപയോഗിച്ച് ഇതിൻ്റെ അരികൊന്ന് കളർ ചെയ്തെടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമുക്ക് ഞാനിതിപ്പോൾ കളർ പെൻസിലില്ല, എനിക്ക് ഇങ്ങനത്തെ ഒരു പേപ്പർ കിട്ടി. അപ്പോൾ ആ പേപ്പറും കൊണ്ട് നമുക്ക് കളർ ചെയ്താലും മതിയല്ലോ. ഇപ്പം നനച്ച് അങ്ങനെയാണെങ്കിലും കളർ ചെയ്താൽ മതി. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ കളർ പെൻസിലൊക്കെ ഉണ്ടാവണമെന്നൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നടുഭാഗം ഇവിടെ ഈ കോണായിട്ടിരിക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ കിട്ടും. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇങ്ങനത്തെ ഇതായിട്ടുള്ളത് 4 എണ്ണം നമുക്ക് ഇതേപോലെ വേണം കേട്ടോ. 4 എണ്ണം ഇതേപോലെ എടുക്കുക. 4 എണ്ണം ഇതേപോലെ എടുത്ത് ഓരോ പൂക്കളും ഇതേപോലെ എടുത്തതിന് ശേഷം ഈ പെറ്റൽ പോലെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, ഇങ്ങനെ പെറ്റൽ പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, ഇത് നമുക്ക് ഇതേപോലെ ഇങ്ങനെയൊന്ന് വളച്ച് കൊടുക്കണം. ഓരോ പെറ്റലുകളും ഇങ്ങനെ എടുത്തൊന്ന് വളച്ച് കൊടുക്കുക. ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ 4 എണ്ണത്തിൻ്റെയും ഇതേപോലെ തന്നെ ഒരു പൂവിന് വേണ്ടിയിട്ട് 4 എണ്ണം വേണം ഇതേപോലത്തെ. ആ 4 എണ്ണം ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. കണ്ടോ, അരികൊന്ന് നമ്മൾ ഡിസൈൻ ചെയ്തുകൊണ്ട് നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ഇത് കാണാനായിട്ട്.
അരികൊന്ന് നമ്മൾ ഇതേപോലെ കളർ ചെയ്തെടുത്താൽ മതി. അപ്പം നല്ല രസമുണ്ടാവും. ഇതിൻ്റെ ഡാർക്ക് ഷെയ്ഡായിട്ടാണ് ഇപ്പം ഞാൻ അതിൽ വന്നിരിക്കുന്നത് ഇങ്ങനെ ചെയ്തതുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. എല്ലാം ഒന്ന് ഞാൻ ഇങ്ങനെ ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കട്ടെ. ഇത് 4 ഞാൻ ഇതേപോലെ ആക്കിയിട്ടുണ്ട്. 2 അരികിലാണ് ഞാൻ കളർ ചെയ്തിരിക്കുന്നത്. 2 അരികിൽ ഞാൻ കളർ ചെയ്തിട്ടില്ല. അതേപോലെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം കളർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അരികിൽ കളർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കളർ ചെയ്യാം, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ എടുക്കാം. അങ്ങനെ 4 എടുത്തു. പിന്നെ ഇത് ഗ്രീൻ കളറിലെ ഈ പേപ്പർ ഉപയോഗിച്ച് ഞാൻ ഇതേപോലെ ഒരു ട്യൂബ് പോലെ ആക്കി എടുക്കുകയാണ്. നമുക്ക് ഇതേപോലെ ട്യൂബ് പോലെ ആക്കി എടുക്കാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈർക്കിലി ഉണ്ടെങ്കിൽ ഈർക്കിലിയിലാണെങ്കിലും നമുക്ക് തണ്ട് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ തണ്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ഇങ്ങനെയൊന്ന് ആക്കിയെടുക്കുന്നത്. ഇതൊന്നും നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇങ്ങനെ ട്യൂബ് പോലെ ആക്കിയെടുത്ത് ചുരുട്ടിയെടുത്താൽ മതിയല്ലോ. ചുരുട്ടിയെടുത്തതിന് ശേഷം ഇതൊന്നും നമുക്കൊന്ന് പശ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ ഒട്ടിച്ചെടുത്തു. അതിന് ശേഷം ഞാനിത് അങ്ങനെ ഇതേപോലെ തന്നെ ലീഫിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് മതി കേട്ടോ. ചെറിയ നീളം കുറഞ്ഞ വീതി കുറഞ്ഞ പേപ്പർ മതി. അതുകൊണ്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയൊരു പേപ്പർ മതി കേട്ടോ. ഇങ്ങനെ എടുത്തു. ഇത് 2ആയിട്ട് ഞാനൊന്ന് മടക്കി കൊടുത്തു. ഇങ്ങനെയൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ എടുത്ത് നമുക്ക് ലീഫ് ഒന്ന് കട്ട് ചെയ്യാം. ചെറിയ ലീഫ് മതി കേട്ടോ. ഇനിയിപ്പോൾ ചെറിയ ലീഫ് പോരാ, നിങ്ങൾക്ക് വലിയ ലീഫ് വേണമെന്നുണ്ടെങ്കിൽ വലിയ ലീഫ് വെട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ചെറിയ ലീഫാണ് കേട്ടോ വെട്ടിയെടുക്കുന്നത്. ഇങ്ങനെയൊന്ന് വെട്ടിയെടുത്തു. അങ്ങനത്തെ 2 വേണമെന്നുണ്ടെങ്കിൽ 2 വെട്ടിയെടുക്കാം. 1 വേണമെന്നുണ്ടെങ്കിൽ 1 വെട്ടിയെടുക്കാവുന്നതാണ്. 2 4 എത്രയാണ് ലീഫ് വേണ്ടതെന്ന് വെച്ചാൽ അതേപോലെ നമുക്ക് ഇങ്ങനെ വെട്ടിയെടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിൻ്റെ അറ്റം ഞാനിതാ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെയൊന്ന് വളച്ച് ഇങ്ങനെ കത്രികയുടെ അറ്റം കൊണ്ട് ഇങ്ങനെയൊന്ന് വളച്ച് കൊടുക്കുമ്പോൾ 2 ലീഫും ഇതേപോലെ നമുക്ക് കിട്ടും കേട്ടോ. ഇങ്ങനെ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ഇതിൻ്റെ അടിയിലെ ഗ്രീൻ കളറിലെ ഒരെണ്ണം നമുക്ക് ഇതേപോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് നമുക്ക് ഗ്രീൻ കളർ ഇതിൻ്റെ അടിയിൽ ഒരു ഗ്രീൻ കളർ പോലെ കൊടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളറിലെ ഒരു പേപ്പർ ഇതേപോലെ ഞാൻ വെട്ടിയെടുക്കുകയാണ്. റൗണ്ട് ഷേപ്പിൽ തന്നെ വേണം കേട്ടോ. ഞാനിപ്പോൾ ചതുരത്തിൽ ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് ഇങ്ങനെ എടുത്ത് ഞാൻ റൗണ്ട് ഷേപ്പ് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്താലും മതി. അപ്പോൾ റൗണ്ട് ഷേപ്പിലായി കിട്ടും. അതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ റൗണ്ടിൽ എന്തെങ്കിലും ഒരു ഇത് വെച്ച് റൗണ്ട് വരച്ചതിന് ശേഷം ഇത് അങ്ങനെ കട്ട് ചെയ്താലും മതി. ഇതെന്നിട്ട് ഞാൻ ഇതേപോലെ തന്നെ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ ഇതേപോലെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. മറ്റേ ലീഫിൻ്റെ കട്ട് ചെയ്തൽ അല്ലെ ഫ്ലവറിൻ്റെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തല്ലോ, അതേപോലെ നമുക്ക് ഇതും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതൊന്ന് കട്ട് ചെയ്തെടുത്തു. ഇതിൻ്റെ നടുഭാഗവും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഇതൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് എടുക്കാം. അപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിലുള്ളതും നമുക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഗ്രീൻ കളറിൽ അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുക. ഇങ്ങനെ എടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്കൊന്ന് പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഓരോ പൂക്കൾ ഉണ്ടാക്കാനായിട്ട് ഓരോ പെറ്റലുകളും നമുക്ക് ഇതേപോലെ പശ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യത്തേത് ഞാൻ ഇതിലേക്കൊന്ന് വെച്ചതിന് ശേഷം ഇതൊന്നിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അടുത്തത് വീണ്ടും നമുക്കിതിൽ പശ തൂത്ത് കൊടുക്കണം. ചുറ്റിനും പശ തൂത്ത് കൊടുക്കുക. എന്നാലാണ് നന്നായിട്ട് ഒട്ടിയിരിക്കത്തുള്ളൂ കേട്ടോ. അടുത്ത ഇതിലേക്ക് നമുക്കൊന്ന് ഇങ്ങനെ വെച്ച് നമുക്ക് ഇതിലേക്ക് പശ തൂത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ കിട്ടും. നമ്മൾ ഇതേപോലെ പശ തൂത്ത് കൊടുത്താൽ മതി കേട്ടോ. അതിനാണ് നമ്മളിത് കട്ട് ചെയ്തത്. അടുത്തത് വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ പശ തൂത്ത് കൊടുക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ. നമുക്കിത് എളുപ്പം തന്നെ ചെയ്തെടുക്കാവുന്ന പൂക്കളുകളാണ്. അതും ഒന്ന് ഇതിലേക്ക് കയറ്റി കൊടുക്കാം. എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കാം.
ഓരോ പ്രാവശ്യം നമ്മൾ പശ തൂക്കുമ്പോഴും നന്നായിട്ട് ഇത് തേച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അടുത്തത് നമുക്കിങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. വീണ്ടും നമുക്കിതിൽ പശ തൂത്ത് ആ ഗ്രീൻ കളറിലെ നമുക്കൊന്നൊന്ന് ഒട്ടിച്ചു കൊടുക്കണ്ട. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ലീഫ് ഇതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. രണ്ട് കളർ ഇങ്ങനെ ചെയ്തത് കൊണ്ട് ഇതിപ്പോൾ കാണാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മൾ അരികിലൂടെ വേറൊരു കളറും കൂടെ കൊടുത്തുകൊണ്ട് നല്ല ഭംഗിയല്ലേ ഇപ്പോൾ കാണാൻ. നടുക്ക് നല്ല കളറില്ലാതെ അരികിലൂടെ നമുക്ക് ഇച്ചിരി കളറ് കൂടിയും വരുന്നുണ്ട് കണ്ടോ. ഇതേപോലെ നന്നായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും നോക്കുക കേട്ടോ. ഉണ്ടോ, വ്യത്യാസമുണ്ട് ഇതിന് തമ്മിൽ. പിന്നെ അതിന് ശേഷം നമുക്ക് ലീഫ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ലീഫ് എടുത്തു. ലീഫ് ഇങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കും. നല്ല ഭംഗിയല്ലേ, മനോഹരമായിട്ടുള്ള പൂക്കൾ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. ലീഫും കളർ പേപ്പറും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കളറുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ വേറൊരു കളർ ഉപയോഗിച്ച് ചെയ്തതാണിത്. ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളുകളും ഇലകളും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലെ ഉണ്ട്. ഇത് 2 ഇല വേണമെന്നുണ്ടെങ്കിൽ 2 ഇലയായിട്ട് നമുക്ക് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ഓരോന്നും മതിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇതേപോലെ കുറച്ചധികം ഇലകൾ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇലകൾ ഇങ്ങനെ നമുക്ക് തണ്ടയിൽ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ വിടർന്നിരിക്കാൻ ഒട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ചെയ്തെടുക്കുക. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. വളരെ സിമ്പിളല്ലേ. കളർ പേപ്പർ മതി നമുക്ക് നമ്മുടെ വീടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട്. നമുക്ക് ഇതേപോലെ ഒന്ന് ഫ്ലവർ വേസിൽ ഫ്ലവറൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണമെങ്കിൽ ഇതേപോലെ ഫ്ലവറൊക്കെ ഉണ്ടാക്കി ഇച്ചിരി കളർ പേപ്പർ മതി. 2 ഷീറ്റ് കളർ പേപ്പർ മതി. അത് ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. താങ്ക് യു.